നെഹമ്യാവ് 12-ാം അധ്യായം. ഷേൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലിനോടും യേശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരും ആവിത്: സെരായാവ്, ഇരമ്യാവ്, എസ്രാ, അമര്യാവ്, മല്ലൂക്ക്, ഹത്തൂശ്, ശെഖന്യാവ്, രഹൂം, മെരേമോത്ത്, ഇദ്ദോ, ഗിന്നഥോയി, അബീയാവ്, മീയാമീൻ, മയദ്യാവ്, ബിൽഗ, ശെമയ്യാവ്, യോയാരീബ്, യെദായാവ്, സല്ലു, ആമോക്ക്, ഹിൽക്കിയാവ്, യെദായാവ്. ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാർ ആയിരുന്നു. ലേവ്യരോ യേശുവ, ബിന്നൂവി, കദ്മീയേൽ, ശേരബ്യാവ്, യഹൂദ എന്നിവരും സ്തോത്രഗാന നായകനായ മത്ഥന്യാവും സഹോദരന്മാരും അവരുടെ സഹോദരന്മാരായ ബക്ബൂക്യാവും ഉന്നോവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ചു നിന്നു. യേശുവ യോയാക്കീമിനെ ജനിപ്പിച്ചു. യോയാക്കീം എല്യാഷീബിനെ ജനിപ്പിച്ചു. എല്യാഷീബ് യോയാദയെ ജനിപ്പിച്ചു. യോയാദ യോനാഥാനെ ജനിപ്പിച്ചു. യോനാഥാൻ യദ്ദൂവയെ ജനിപ്പിച്ചു. യോയാക്കീമിന്റെ കാലത്ത് പിതൃഭവന തലവന്മാരായിരുന്ന പുരോഹിതന്മാർ സെറായ കുലത്തിന് മെരായാവ്, ഇരമ്യ കുലത്തിന് ഹനന്യാവ്, എസ്രാ കുലത്തിന് മെശുല്ലാം, അമര്യ കുലത്തിന് യഹോഹാനാൻ, മല്ലൂക്ക് കുലത്തിന് യോനാഥാൻ, ഷെബന്യ കുലത്തിന് യോസെഫ്, ഹാരീം കുലത്തിന് അദ്ന, മെരായോത്ത് കുലത്തിന് ഹെൽക്കായി, ഇദ്ദോ കുലത്തിന് സെഖര്യാവ്, ഗിന്നഥോൻ കുലത്തിന് മെശുല്ലാം, അബിയ കുലത്തിന് സിക്രി, മിന്യാമീൻ കുലത്തിനും മോവദ്യ കുലത്തിനും പിൽത്തായി, ബിൽഗ കുലത്തിന് ശമ്മൂവ, ഷെമയ്യ കുലത്തിന് യഹോനാഥാൻ, യോയാരീബ് കുലത്തിന് മഥനായി, യെദായ കുലത്തിന് ഉസ്സി, സല്ലായി കുലത്തിന് കല്ലായി, ആമോക്ക് കുലത്തിന് ഏബർ, ഹിൽക്കിയ കുലത്തിന് ഹശബ്യാവ്, യെദായ കുലത്തിന് നെഥനയേൽ, എല്യാഷീബ്, യോയാദ, യോഹാനാൻ, യദ്ദൂവ എന്നിവരുടെ കാലത്ത് ലേവ്യരെയും പാർസി രാജാവായ ദാര്യാവേശിന്റെ കാലത്ത് പുരോഹിതന്മാരെയും പിതൃഭവന തലവന്മാരായി എഴുതി വെച്ചു. ലേവ്യരായ പിതൃഭവന തലവന്മാർ ഇന്നവരെന്ന് എല്യാഷീബിന്റെ മകനായ യോഹാനാന്റെ കാലം വരെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരുന്നു. ലേവ്യരുടെ തലവന്മാർ ഹശബ്യാവ്, ശേരബ്യാവ്, കദ്മീയേലിന്റെ മകൻ യേശുവ എന്നിവരും അവരുടെ സഹകാരികളായ സഹോദരന്മാരും ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന പ്രകാരം തരം തരമായി നിന്ന് സ്തുതിയും സ്തോത്രവും ചെയ്തു വന്നു. മത്ഥന്യാവും ബക്ബൂക്യാവ്, ഓബദ്യാവ്, മെശുല്ലാം, തൽമോൻ, അക്കൂബ് എന്നിവർ വാതിലുകൾക്കരികെയുള്ള ഭണ്ഡാരഗൃഹങ്ങൾ കാക്കുന്ന വാതിൽ കാവൽക്കാർ ആയിരുന്നു. ഇവർ യോസാദാക്കിന്റെ മകനായ യേശുവയുടെ മകനായ യോയാക്കീമിന്റെ കാലത്തും ദേശാധിപതിയായ നെഹമ്യാവിന്റെയും ശാസ്ത്രിയായ എസ്രാ പുരോഹിതന്റെയും കാലത്തും ഉണ്ടായിരുന്നു. യെരുശലേമിന്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ്വവാസസ്ഥലങ്ങളിൽ നിന്നും യെരൂശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. അങ്ങനെ സംഗീതക്കാരുടെ വർഗം യെരൂശലേമിന്റെ ചുറ്റുമുള്ള പ്രദേശത്ത് നിന്നും നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേത് ഗിൽഗാലിൽ നിന്നും ഗേബിയുടെയും അസ്മാവിത്തിന്റെയും നാട്ടുപുറങ്ങളിൽ നിന്നും വന്നുകൂടി. സംഗീതക്കാർ യെരൂശലേമിന്റെ ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതിരുന്നു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു. പിന്നെ ഞാൻ യഹൂദ പ്രഭുക്കന്മാരെ മതിലിന്മേൽ കൊണ്ടുപോയി സ്തോത്രഗാനം ചെയ്തും കൊണ്ട് പ്രദക്ഷിണം ചെയ്യേണ്ടതിന് 2 വലിയ കൂട്ടങ്ങളെ നിയമിച്ചു. അവയിൽ ഒന്ന് മതിലിന്മേൽ വലത്തു ഭാഗത്തുകൂടി കുപ്പവാതിൽക്കലേക്ക് പുറപ്പെട്ടു. അവരുടെ പിന്നാലെ ഹോശയ്യാവും യഹൂദ പ്രഭുക്കന്മാരിൽ പാതിപ്പേരും നടന്നു. അസര്യാവും എസ്രായും
മെശുല്ലാമും യഹൂദായും ബെന്യാമീനും ഷെമയ്യാവും ഇരമ്യാവും കാഹളങ്ങളോടുകൂടെ പുരോഹിത പുത്രന്മാരിൽ ചിലരും ആസാഫിന്റെ മകനായ സക്കൂരിന്റെ മകനായ മീഖായാവിന്റെ മകനായ മത്തന്യാവിന്റെ മകനായ ഷെമയ്യാവിന്റെ മകനായ യോനാഥാന്റെ മകൻ സെഖര്യാവും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യങ്ങളോടുകൂടെ അവന്റെ സഹോദരന്മാരായ ഷെമയ്യാവ് അസരയേലും മീലലായിയും ഗീലലായിയും മായായിയും നെഥനയേലും യഹൂദായും ഹനാനിയും നടന്നു. എസ്രാ ശാസ്ത്രി അവരുടെ മുൻപിൽ നടന്നു. അവർ ഉറവുവാതിൽ കടന്ന് നേരെ ദാവീദിന്റെ നഗരത്തിന്റെ പടിക്കെട്ടിൽ കൂടി ദാവീദിന്റെ അരമനയ്ക്കപ്പുറം മതിലിന്റെ കയറ്റത്തിൽ കിഴക്ക് നീർവാതിൽ വരെ ചെന്നു. സ്തോത്രഗാനക്കാരുടെ രണ്ടാം കൂട്ടം അവർക്ക് എതിരെ ചെന്നു. അവരുടെ പിന്നാലെ ഞാനും ജനത്തിൽ പാതിയും മതിലിന്മേൽ ചൂള ഗോപുരത്തിന് അപ്പുറം വിശാല മതിൽ വരെയും എഫ്രൈം വാതിലിനപ്പുറം പഴയ വാതിലും മീൻവാതിലും ഹനനേലിന്റെ ഗോപുരവും ഹമ്മേയ ഗോപുരവും കടന്ന് ആട്ടുവാതിൽ വരെയും ചെന്നു. അവർ കാരാഗ്രഹവാതിൽക്കൽ നിന്നു. അങ്ങനെ സ്തോത്രഗാനക്കാരുടെ കൂട്ടം രണ്ടും ഞാനും എന്നോടു കൂടെയുള്ള പ്രമാണികളിൽ പാതിപ്പേരും നിന്നു. കാഹളങ്ങളോടുകൂടെ എല്യാക്കീം, മൈസേയാവ്, മിന്യാമീൻ, മീഖായാവ്, എല്യോവേനായി, സെഖര്യാവ്, ഹനന്യാവ് എന്ന പുരോഹിതന്മാരും മൈസേയാവ്, ഷെമയ്യാവ്, എലയാസാർ, ഉസ്സി, യഹോഹാനാൻ, മൽക്കിയാവ്, ഏലാം, യേസർ എന്നിവരും ദേവാലയത്തിനരികെ വന്നു നിന്നു. സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുപാടി. ഇസ്രാഹ്യാവ് അവരുടെ പ്രമാണിയായിരുന്നു. അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. അതുകൊണ്ട് യെരൂശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. അന്ന് ശുശ്രൂഷിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് യഹൂദ ജനം സന്തോഷിച്ചതുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായപ്രമാണത്താൽ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഭണ്ഡാരത്തിനും ഉദർച്ചാർപ്പണങ്ങൾക്കും ഉള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരായി നിയമിച്ചു. അവർ തങ്ങളുടെ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി. സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദാവീദിന്റെയും അവന്റെ മകനായ ശലോമോന്റെയും കൽപ്പന പ്രകാരം ചെയ്തു. പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെയും കാലത്ത് സംഗീതക്കാർക്ക് ഒരു തലവനും ദൈവത്തിന് സ്തുതിയും സ്തോത്രവുമായുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ഇസ്രായേലും സെരുബ്ബാബേലിന്റെ കാലത്തും നെഹമ്യാവിന്റെ കാലത്തും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തു വന്നു. അവർ ലേവ്യർക്ക് നിവേദിതങ്ങളെ കൊടുത്തു. ലേവ്യർ അഹരോന്യർക്കും നിവേദിതങ്ങളെ കൊടുത്തു.